എഴുതിയത് വായിച്ചിട്ടായിട്ട് ഇത് മോശമാണ്, അല്ലെങ്കിൽ നിനക്ക് എഴുതാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല, നല്ലതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ചിത്തേട്ടനാൽ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം നീ എഴുതിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ. ദിലീപേട്ടൻ വായിച്ചിട്ട് പറഞ്ഞ അതുപോലെ തന്നെ ആയിരുന്നു, നല്ല സ്ക്രിപ്റ്റാണ്, ഞാനല്ല നായകൻ, പാകിസ്ഥാനിയാണ്, പക്ഷെ നമുക്കിത് ചെയ്യാൻ ചേട്ടാ, ഇത് നല്ല സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ദിലീപേട്ടനും ഇത്. ദിലീപും കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ്? ദിലീപേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയാൻ പോയായിരുന്നു ഊട്ടിയിൽ, മൈസാൻ്റെ 2019 കഥ പറയുന്നത്. മൈസാൻ്റെ അവിടെ വെച്ചാണ് കഥ പറയുന്നത്. ഓക്കെ, അവിടെ വെച്ചാണ് കഥ പറയുന്നത്. അന്ന് നിർമ്മാതാവ് നിഷാദ് കോയാണ്. അവർ പ്രൊഡക്ഷനുള്ള സമയമാണത്. അപ്പോൾ അവിടെ നിന്നും വേണമെങ്കിൽ ലീക്കാകാം. ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അല്ല, ഇപ്പം പറഞ്ഞു വന്നപ്പം മൈസാൻഡ എന്ന് പറയുമ്പോൾ നിഷാദ് കോയ അവിടുത്തെ പ്രൊഡ്യൂസറാണ് ആ സിനിമയുടെ. 2019 ഇവരൊരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. അതെ, അവിടെ വെച്ച് ഷെയറിംഗ് നടന്നോന്ന് എനിക്കറിയില്ല. അല്ല, നമ്മൾ എവിടെയും ഷെയറിംഗ് നടന്നെന്ന് പറഞ്ഞിട്ടില്ല താങ്കൾ കേട്ടോ. ഞാൻ തന്നെ എല്ലാം പറഞ്ഞത്. താങ്കൾ ഒരു സ്ഥലത്തും ഷെയറിംഗ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ കേട്ട കഥയായിരിക്കുമോ ചിലപ്പോൾ ചെയ്തിരിക്കുന്നത്. താങ്കൾ അങ്ങനെയാണ്, താങ്കൾ ഒരിക്കലും ഷെയറിംഗ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടാകാം, അങ്ങനെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പം പാകിസ്ഥാനും മലയാളിയും ഒരുമിച്ച് താമസിച്ച ഒത്തിരി ആളുകളുണ്ട്, അവരുടെ നിന്നും ഇവർക്ക് ഉണ്ടാകാം. എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? താങ്കൾ പറഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ സ്ഥാപിച്ചെടുക്കുന്നുമില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ, കറങ്ങി വന്നപ്പോൾ എനിക്ക് അവിടെ എത്തി. നിങ്ങൾ എവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ അന്ന് പ്രൊഡ്യൂസർ നിഷാദ് കോയാണ് അവിടെ ആ സിനിമയുടെ. പക്ഷേ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയും ചെയ്തില്ലായിരുന്നു. അല്ല, നിങ്ങൾ കണ്ടില്ല? ദിലീപിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. അതെ, മൈസാൻ്റെ ലൊക്കേഷൻ. ഞാൻ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു ഊട്ടിയിൽ. ആദ്യത്തെ ദിവസം അവിടെ ഫുൾ ഉണ്ടായിരുന്നു. 2ാമത്തെ ദിവസമാണ് കഥ പറയുന്നത് ദിലീപിൻ്റെത്. ആ ദിവസം എന്തോ തിരക്കൊക്കെ ആയിരുന്നു. നമുക്കിപ്പോൾ അടുത്ത ദിവസം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഞാൻ കഥ പറയുമായിരുന്നു. കഥ പറഞ്ഞു വെച്ചാൽ അന്നാണ് കഥ പറയുന്നത് ദിലീപിൻ്റെ അടുത്ത്. കഥ പറഞ്ഞാൽ ഞാൻ കഥ പറയാൻ ഭയങ്കര മോശമായിരുന്നു. അപ്പം കഥ അതിനു മുമ്പ് നിങ്ങൾക്കും പ്രജിത്തിനും അറിയുള്ളൂ. അല്ല, ദിലീപേട്ടനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ദിലീപിന്റെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രജിത്തിനും നിങ്ങൾക്കും അറിയാം. പിന്നീട് നേരിട്ട് പോയി ദിലീപിന്റെ അടുത്ത് ഇരിക്കുന്നു. മൈസാൻ്റെ സിനിമാ ലൊക്കേഷനിൽ പോയി 2 ദിവസം എന്നിട്ട് 2ാമത്തെ ദിവസം കഥ പറയുന്നു. നിങ്ങൾ പറഞ്ഞ കഥ പറയാൻ വളരെ മോശമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നീടാണ് അത് ഫലിപ്പിച്ചെടുക്കുന്നത്. അല്ല, ദിലീപേട്ടൻ സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കുമായിരുന്നു. ഞാൻ കഥ പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ശരിക്കും ആൾ ഉറങ്ങിപ്പോയി. അത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടാണോ? അത് അല്ല, ഞാൻ അവിടെ ഇരുന്നു. എന്നെ തിരിച്ചു കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. ഇതുപോലെ ചെയറിട്ട് ഇരുന്നിട്ട് അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് അങ്ങ് എടുത്തു ദിലീപേട്ടൻ. എന്നിട്ട് ഒറ്റ സ്ക്രിപ്റ്റ് അങ്ങ് വായിച്ചു, മൊത്തം വായിച്ചു. ആ സമയത്ത് അവിടെ എന്തോ ബ്രേക്ക് ആയിരുന്നു. എത്ര സീൻ ഉണ്ടായിരുന്നു അന്ന്? ശരിക്കും ഫസ്റ്റ് ഹാഫ് ഫുൾ സ്ക്രിപ്റ്റും സെക്കൻഡ് ഹാഫ് സീൻ ഓർഡർ ആയിരുന്നു. ഒരു 80-100 പേജിനടുത്ത് വരും. 100 പേജിന് ഒറ്റയിരിപ്പിന് ദിലീപ് വായിച്ചു. ഒറ്റയിരിപ്പിന് വായിച്ചു. നിങ്ങൾ 2ാമത്തെ ദിവസം വായിച്ചിട്ട് നിങ്ങളിങ്ങ് പോന്നു. രാജീവ് അങ്ങ് പോന്നു. എന്നോട് പറഞ്ഞ സംഭവം ഒക്കെയാണ്, ഞാൻ രഞ്ജിത്തേട്ടനോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്തേട്ടനെ അന്ന് രാത്രി തന്നെ വിളിച്ചു ദിലീപേട്ടൻ. ആയിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കിത് ചെയ്യാം, നല്ല സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ദിലീപ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ അടുത്ത ദിവസം രാവിലെ തിരിച്ചിങ്ങ് പോന്നു. ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്നു അല്ലേ? ഇവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ടോ? ഇപ്പം റൂട്ടൊന്ന് കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. റൂട്ട് കറങ്ങി തിരിഞ്ഞ് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആരൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, അവരൊക്കെ എങ്ങനെ എത്തുന്നു എന്നുള്ളതൊന്ന് തെളിഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞു വന്നപ്പോൾ. ആ രീതിയിലെ കാര്യങ്ങൾ എനിക്കറിയില്ല ഇപ്പോഴും. അല്ല, എനിക്ക് തോന്നി, കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും അത് എങ്ങനെയാണ്. അദ്ദേഹമാണല്ലോ ആദ്യം പരാതി, നിഷാദ് കോയാണെന്ന് ആദ്യം പരാതിയായിട്ട് വന്നത്. ആ വന്ന റൂട്ട് ഇപ്പം എങ്ങനെയാണെന്ന് തെളിയുവാണ്. ചിലപ്പം അറിയില്ല നമുക്ക് എങ്ങനെ തെളിയുന്നത്, നമുക്കിതറിയില്ല. എനിക്കിപ്പോഴും ഉള്ള സഹതാപവും സങ്കടവും ദുഃഖവുമുള്ള താങ്കളിൽ തന്നെയാണ്. താങ്കളുടെ ഒരു അനുഭവം തന്നെയാണ് എഴുതിയത്. ആ കഥയിൽ പല സംഭവങ്ങളും ഇപ്പോൾ ഇറങ്ങിയ സിനിമയിലുണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് താങ്കൾ പറയും. അത് താങ്കൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയുന്നു അല്ല? താങ്കൾ ഒരു പരാതിയായിട്ട് പോയിട്ടില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും വിളിച്ച താങ്കളെ തേടിയാണ് ഇപ്പം മലയാള സിനിമാ മേഖലയിൽ എല്ലാവരും വന്നു. ഞാനും താങ്കളെ തേടി ഇവിടെ എത്തിയില്ലേ, എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തി. അപ്പോൾ താങ്കൾ ഇതിനകത്തൊരു ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. അതെ. അപ്പം റൂട്ടുകൾ പല രീതിക്കും പോയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ തെളിഞ്ഞ ചിത്രങ്ങളായി വരുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ നമ്മൾ ഫൈനലിൽ എത്തുമ്പോൾ അങ്ങനെ വരുന്നു, എൻ്റെ മനസ്സിൽ വരുന്നു. ഇനി എന്തായാലും ഇനി സിനിമ ചെയ്യുമോ? തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത പെട്ടിയിൽ വെക്കുക, ഒരു സ്ഥലത്തും കൊണ്ട് കേൾപ്പിക്കരുത് കേട്ടോ. എല്ലാം ലോക്കായിട്ട് കേൾപ്പിക്കുക. ഇതാണ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലായില്ലേ? രജിസ്റ്റർ ചെയ്യണം ആദ്യമേ. അതിനെക്കുറിച്ച് അറിയുമോ? ഞാൻ നേരത്തെ മനസ്സിലായി. ആദ്യം ചേംബറിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം, പേരും കഥയും ലോക്കാക്കണം. എവിടെയും തെളിവാകും. അപ്പോൾ നമുക്ക് എവിടെയും പോരാടാൻ പറ്റും. താങ്കൾക്ക് പുതിയ ആൾക്കാരാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉണ്ടാവില്ല കൂടെ. അപ്പോൾ അത് ചേംബറിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഇനി കഥ ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കാവുള്ളൂ.
ഇപ്പം ആരെങ്കിലും കേൾപ്പിച്ചോ വായിച്ചോ? ഒന്നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു, അതിങ്ങനെ ഫൈനലായിരിക്കുവാണ്, ഏകദേശം ലോക്കായിരിക്കുവാണത്. ലോക്ക് അവർക്ക് മുമ്പിലായിട്ടുള്ളൂ, നിയമപരമായിട്ട് ലോക്കായിട്ടില്ല കേട്ടോ ചേംബറിൽ. മറ്റൊന്ന് ലോക്കായതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് താങ്കൾ ചെയ്യേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. തെളിവുകളില്ലല്ലോ, കോടതി പോയാലും നിലനിൽക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ താങ്കൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ താങ്കളോട് നമ്മൾ നേരത്തെ ഇരുന്നപ്പോൾ ഞാൻ സംസാരിച്ചത്. അത് ഇപ്പോൾ പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സിനിമ ഒരു ലക്ഷ്യമാണ്. ഇന്നലെ ഉണ്ണിച്ചേട്ടൻ പറയുന്നത് താങ്കളൊരു സിനിമ ചെയ്യണമെന്നാണ് ഇനി ഫെഫ്കയുടെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലുണ്ടായിട്ട് തന്നെ പറഞ്ഞതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലേ? അല്ലേ? അതിന് മുന്നോട്ട് താങ്കൾ വരണം, അതിനുള്ള എല്ലാ സഹായവും ചെയ്യുന്നതാണ് ഇന്നലെ ഫെഫ്ക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേട്ടോ. അത് നല്ലൊരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. അതെനിക്കും നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം പുതിയ ആൾക്കാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് കിട്ടപ്പോൾ നല്ലതായിട്ട് തോന്നി. തീർച്ചയായിട്ടും ആ ഒരു സഹായം എന്തായാലും അവർ ചെയ്യും. അത്രയും അല്ലെങ്കിൽ ഒരിക്കലും താങ്കളെ വിളിക്കുകയോ അന്വേഷിക്കേണ്ട കാര്യം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പ്രശ്നത്തിന് താങ്കളെ വിളിച്ച് അന്വേഷിക്കുന്നത് ആ റൂട്ട് ഏതാണെന്ന് അറിയാനും കൂടിയാണ് വിളിച്ചത്. പിന്നെ രഞ്ജിത്തേണ്ണായാലും ഇപ്പോഴും ഏത് സമയത്ത് എനിക്കൊരു പ്രശ്നം വന്ന് ഞാൻ വിളിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. രഞ്ജിത്തേണ്ണ വിളിക്കുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ട് സംസാരിക്കാറുണ്ട്. പുള്ളി ഇതിലെ പോകുമ്പം ഇവിടെ ഹൈവേ വണ്ടി തന്നെ വിളിക്കും, അങ്ങനെ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. രഞ്ജിത്തേണ്ണ അങ്ങനെ അവരോട് ഇപ്പോഴും സഹകരണം എല്ലാം ഉണ്ട്. സിനിമ ഞങ്ങളും ഒരുമിച്ച് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഈ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അതെ, പിന്നെ ഓരോ സിനിമയ്ക്ക് ആർക്ക് എന്നുള്ളത് വിധിച്ചിട്ടുണ്ട്. അതും വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സിനിമയാണ്, ചീട്ടുകളി പോലെയാണ്, ഭാഗ്യമാണ്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. സിനിമ എടുക്കരുടെ അവസ്ഥ അതാണ്. ഞാൻ ഈ സിനിമ അഡ്വാൻസ് കിട്ടിയല്ല ലോക്കായി ഞാനിത് ഫേസ്ബുക്കിൽ ഇടുകയോ എങ്കിലും ചെയ്തില്ല. കാരണം എനിക്കറിയാം സിനിമ എനിക്ക് എൻ്റെ എഫ്ബിയിലുള്ള ആർക്കും അറിയില്ല. സിനിമ തുടങ്ങുവാന്ന് പോലും പറഞ്ഞില്ല നമ്മള്. ഞാൻ ഈ പണിക്ക് പോകുന്ന പടമൊക്കെ സ്റ്റീലിൻ്റെ ഞങ്ങളുടെ വർക്കൊക്കെ ഇടുന്നത്. സിനിമ ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, ആർക്കും അറിയില്ല. കാരണം നമുക്കറിയാം തിയേറ്ററിൽ വന്നാലേ സിനിമ സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ചിലപ്പോൾ നിന്ന് പോവാം, ഷൂട്ട് കഴിഞ്ഞ് പെട്ടിയിലായിട്ട് വേണം അവിടെ ഇരുന്ന് പോകാം, എന്ത് വേണമെങ്കിലും സിനിമ സംഭവിക്കാം. തിയേറ്ററിൽ എത്തിയാൽ മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ സിനിമ ഇറങ്ങിയെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങും ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ സിനിമ ഇറങ്ങിയപ്പോൾ അത് അവരുടെ സമയമാണ്. അവരുടെ സിനിമയായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. അത് ചെയ്യാനുള്ള യോഗം ചിലപ്പോൾ അവർക്കായിരിക്കാം. സിനിമാ പ്രവർത്തന നിലയിൽ അംഗീകരിച്ചു കൊടുക്കുന്നു. ഉണ്ടായ വിഷമം നമ്മൾ പറയുന്നു. ഇപ്പം തന്നെ നിഷാദ് പോയ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായി അത് എഴുതാൻ വേണ്ടി. അത് നടന്നില്ല. എന്തായാലും സ്ക്രിപ്റ്റ് എഴുതുന്നതിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരാളൊരു മുറിയിൽ അടച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ പറഞ്ഞ സിനിമ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന് എടുക്കുന്ന തലവേദന പിടിച്ച വലിയൊരു പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ 3 പേരും അനുഭവിച്ചിട്ടുണ്ട്. 3 പേരുടെ സാഹചര്യം വെച്ചിട്ട് പല ഇതിലായിരിക്കും. അവർക്ക് സിനിമയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആ രീതിയിലുള്ള ഇത് പോവും. നമുക്ക് പക്ഷേ 2 ട്രാക്കാണ്. ഒരു ട്രാക്കിൽ കൂടെ സിനിമ ഓടിക്കണം, ജീവിതം ഓടിക്കണം. 3 സ്ക്രിപ്റ്റ് റൈറ്റർമാരും മലയാളി പ്രമിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും നിഷാദ് നിങ്ങളും എല്ലാം ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ ഭാഗ്യമാരുടെ കൂടെ നിൽക്കണം. ആ ഭാഗ്യത്തിലൂടെ യാത്ര ചെയ്തത് മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.